കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ മുരളീധരൻ. എം കെ രാഘവനും കൊടിക്കുന്നിൽ സുരേഷും ഉന്നയിച്ചത് പൊതുവികാരമെന്നും പാർട്ടിക്കുള്ളിൽ കൂടിയാലോചനകൾ ഇല്ലെന്നും ആണ് വിമർശനം. പുനഃസംഘടന പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ മാറ്റിവെക്കണം. സംസ്ഥാന കോൺഗ്രസിൽ നേതാക്കളുടെ ബാഹുല്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇനി താൽപ്പര്യമില്ല. ശശി തരൂരിന്റെ കഴിവുകൾ പാർട്ടി പ്രയോജനപ്പെടുത്തണം. കഴിവുള്ള ആര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായാലും താൻ പിന്തുണയ്ക്കും. രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചിട്ട് ഏറെ നാളായെന്നും ഇങ്ങോട്ട് വിളിക്കാത്തതിനാൽ അങ്ങോട്ടുമില്ലെന്നും കെ മുരളീധരൻ ന്യൂസ് 18നോട് പറഞ്ഞു. അല്ല, കോൺഗ്രസ് സമരരംഗത്തുണ്ട്. പക്ഷേ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സമരം നടക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അതിൻ്റെ മുഖ്യമായിട്ടുള്ള കാരണം ഈ സംഘടനയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇപ്പോൾ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടതിൻ്റെ ഒരു വലിയൊരു പ്രയാസം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, പാർലമെൻറ്റ് ഇലക്ഷൻ്റെ വോട്ട് ചേർക്കേണ്ട സന്ദർഭമാണ്. പലയിടത്തും അതൊരു മന്ദിവച്ചിരിക്കുകയാണ്. കാരണം ഈ സ്ഥാനം ഒഴിയാൻ പോകുന്നവർ ഞങ്ങൾ ഒഴിയാണല്ലോ, ഇനി ഞങ്ങൾക്ക് എന്താണ് റോള് എന്നൊരു ചിന്താഗതിയുണ്ട്. സ്ഥാനം കിട്ടാൻ ചാൻസ് ഉള്ളവർ അതായത് സ്ഥാനം കിട്ടട്ടെ എന്നിട്ട് പ്രവർത്തിക്കാം എന്നൊരു ചിന്താഗതിയുണ്ട്. അതാണ് ഇന്നത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞത്. സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഘടകകക്ഷികൾ സമരം ചെയ്യുന്നുണ്ട്, പാർട്ടിയുടെ സമരങ്ങളുണ്ട്, UDFൻ്റെ സമരങ്ങളുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി വോട്ട് ചേർക്കേണ്ട ഒരു സന്ദർഭത്തിൽ അത് ഫലപ്രദമായി നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ പുനഃസംഘടന നീണ്ടുപോകുന്നതുകൊണ്ടുള്ള ഒരു പ്രയാസം എന്ന് പറയുന്നത്. ഒരു കൂട്ടായ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാം. ഇപ്പോൾ എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ ചിലപ്പോൾ നടപ്പാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ പൊതുവായിട്ടുള്ള അവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഈ പ്രക്രിയ പൂർത്തിയാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, അത് ഒറ്റപ്പെട്ട കാര്യങ്ങളല്ല. കാരണം പുനഃസംഘടന വേഗം പൂർത്തീകരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന് കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള തടസ്സങ്ങളെക്കുറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെ ചില അഭിപ്രായങ്ങളാണ് എം കെ രാഘവൻ പി ശങ്കരൻ അനുസ്മരണ ചടങ്ങിലും കൊടിക്കുന്നിൽ സുരേഷ് പാർട്ടി വേദിക്കകത്തും പറഞ്ഞത്. അപ്പോൾ അത് പൊതുവായിട്ടുള്ളൊരു വികാരമാണ്. ആ വികാരം മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം മുൻകൈ എടുക്കണം. അത് താമസിക്കും തോറും ഇങ്ങനെ ഞാൻ പറഞ്ഞത്, ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന ഇതൊന്നുമല്ല, സമരങ്ങളല്ല. സമരങ്ങൾ നടക്കും, സമരങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കും. പക്ഷേ വോട്ടർ പട്ടികയിൽ പേര് ചേർത്താൽ മാത്രമേ നമ്മുടെ UDFന് ലഭിക്കുമെന്ന് ഉറപ്പുള്ള വോട്ടുകൾ നമുക്ക് പോൾ ചെയ്യിക്കാൻ കഴിയുള്ളൂ. ഇലക്ഷൻ ടൈമിൽ എല്ലാം കൂടെ ബഹളമായിരിക്കും. അതുകൊണ്ട് പുതിയ വോട്ടൊന്നും ചേർക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ വോട്ട് ചേർക്കണം. ഞാൻ പറയുന്നത് പുനഃസംഘടന ഉണ്ടെങ്കിൽ ഉടനെ നടത്തുക. അതെല്ലാം നടത്താൻ പ്രയാസം ഉണ്ടെങ്കിൽ തൽക്കാലം അത് മാറ്റി വെച്ച് വോട്ടർ പട്ടികയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. ഈ രണ്ടിലൊരു കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം മുൻകൈ എടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ അതൊരു അച്ചടക്ക ലംഘനമോ അല്ലെങ്കിൽ പാർട്ടിയെ മോശമാക്കാൻ നടത്തുന്ന ശ്രമങ്ങളോ അല്ല. അതേസമയം KPCC എന്തെങ്കിലും നടപടി എടുത്തതായി തന്നെയാണ് നിൽക്കുന്നത്. പാർട്ടി ആവശ്യപ്പെട്ടാൽ ലോക്സഭയിലേക്ക് മത്സരിക്കാം. അത് പാർട്ടി തീരുമാനിക്കട്ടെ. അല്ല, അതല്ല ഇവിടെ ഇങ്ങനെ നേതാക്കന്മാർ തമ്മിലൊരു ബാഹുല്യം. പിന്നെ മാത്രമല്ല, എല്ലാ MP-മാരും ഇങ്ങനെ സംസ്ഥാനത്തേക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്തോ ഡൽഹിയിൽ എന്തോ ജയിക്കില്ല എന്നൊരു ഫീലിംഗ് ജനത്തിനുണ്ടാവും. അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അപ്പോൾ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് താങ്കൾ 65 വയസ്സ്, ഞാൻ ശരിയാണെങ്കിൽ 65 വയസ്സാണ് താങ്കൾക്ക് ഇപ്പോൾ. അപ്പോൾ ഈ താങ്കളെ പോലെ ഒരു മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവ്, അനുഭവ പരിചയമുള്ള ഒരു നേതാവ്, അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് അങ്ങ് മാറി നിൽക്കുന്ന ഒരു പ്രതീതി ജനിക്കുമ്പോൾ അത് പ്രവർത്തകർക്കിടയിൽ ഒരു നിരാശ ഉണ്ടാകില്ല? കർണാകരനെ സ്നേഹിക്കുന്ന അതല്ല, അതിപ്പോൾ ഇത് നോക്കിയിട്ടൊന്നുമല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതൊക്കെ അറിയേണ്ടവർ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇടിക്കാനും തള്ളാനൊന്നുമില്ല. അതാണ് ആ കാര്യം പറഞ്ഞത്. അവിടെ ചെന്ന് ഇടിച്ച് തള്ളിയിട്ടൊന്നും നിൽക്കുന്നില്ല. ഞാൻ ഇവരുടെ ആരുടെ ആഗ്രഹങ്ങൾക്ക് ഞാൻ തടസ്സവും നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പാർലമെൻറ്റിലേക്ക് പാർട്ടി പറയുകയാണെങ്കിൽ മത്സരിക്കാൻ, ജനങ്ങൾ ജയിപ്പിച്ചാൽ പാർലമെൻറ്റിലേക്ക് പോകാം. ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് ഞാനതുകൊണ്ടാണ് അന്വേഷിക്കാത്തത്. അല്ല, ഞങ്ങളിപ്പോൾ രണ്ടുപേരും കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഒരുമിച്ചാണ് നിന്നിരുന്നത്. ഇപ്പോൾ അതിന് ഗ്രൂപ്പൊന്നും ഇല്ലല്ലോ. ആ നിലയ്ക്ക് പിന്നെ അങ്ങനത്തെ ഒരു റിലേഷനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അല്ല, ഇപ്പോൾ ഞങ്ങളൊക്കെ തമ്മിൽ ബന്ധപ്പെട്ടിട്ട് കുറേ നാളുകളായി. അല്ല, ആരും ഇങ്ങോട്ടും വിളിച്ചില്ല, ഞാൻ പിന്നെ അങ്ങോട്ടും വിളിച്ചില്ല, അത്രയും. അതേസമയം KPCC എന്തെങ്കിലും നടപടിയെടുത്തതായി അറിയില്ലെന്ന് കെ മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. കത്തൊന്നും കിട്ടിയിട്ടില്ല. പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുമ്പോൾ അഭിപ്രായം പറയുമെന്നും കെ മുരളീധരൻ പറഞ്ഞു.
കത്തിൻ്റെ രൂപം എന്താണെന്ന് അറിഞ്ഞാലല്ലേ താക്കീതിൻ്റെ രൂപം എന്താണെന്ന് അറിയാൻ പറ്റൂ. കത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ കത്ത് അയച്ചാൽ കിട്ടാനൊന്നും വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. വാട്സപ്പിലും ഇതിലൊക്കെ എന്താ ഞാൻ നോക്കിയിട്ട് എവിടെയും കണ്ടില്ല. പിന്നെ നിങ്ങളുടെ ചാനലിൽ കണ്ട വാർത്ത മാത്രമേ എനിക്കുള്ളൂ. അതെന്താണെന്ന് അറിഞ്ഞാലല്ലേ മറുപടി പറയാൻ പറ്റൂ. ഏതായാലും കത്തിൻ്റെ വ്യാപ്തി അനുസരിച്ച് നമുക്ക് പ്രതികരിക്കാം. കത്ത് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, അതാ ഞാൻ പറഞ്ഞു. അല്ല, അല്ലെങ്കിൽ പറഞ്ഞാൽ മതി പാർട്ടി പ്രവർത്തനം നിർത്തണം എന്ന് പറയുകയാണെങ്കിൽ നിർത്താൻ തയ്യാറാണ്. പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന നേരത്തെ ചിലപ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അത് അറിയിച്ചാൽ മതി. പിന്നെ വായ തുറക്കുന്നില്ല. പാർട്ടി വേദി എവിടെയാണ് പാർട്ടി വേദി? പാർട്ടി വേദി എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞ രാഷ്ട്രീയകാര്യ സമിതിയുടെ കാര്യം പറഞ്ഞതും എക്സിക്യൂട്ടീവ് വിളിക്കണം എന്ന് പറഞ്ഞൊക്കെ പാർട്ടി വേദിക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതിലെന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതാ ഞാൻ പറഞ്ഞ കത്ത് കിട്ടിയാലല്ലേ എന്താണെന്ന് പ്രതികരിക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ മതി നിങ്ങളുടെ സേവനം ഇനി പാർട്ടിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നിൽക്കാമല്ലോ. ഏതായാലും കത്ത് കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, ഈ MP-മാർക്കിടയിൽ വലിയ അസംതൃപ്തി ഇപ്പോഴേ നേതൃത്വവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ. അതിന്റെ പ്രതിഫലനമാണോ മുരളീധരന്റെ വാക്കുകൾ? ഈ പറച്ചിൽ കൊണ്ട് മാത്രം കാര്യങ്ങൾ നിൽക്കില്ല, ഇനിയും കൂടുതൽ ആളുകൾ പരസ്യമായി രംഗത്ത് വരും എന്ന് കരുതണോ? ഇതിനോടുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണം എന്താണ്? രഞ്ജിത്ത്, കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് MK രാഘവൻ MP-യും അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം നടന്ന KPCC ഭാരവാഹി യോഗത്തിൽ കൊടിക്കുന്നിൽ സുരേഷും നടത്തിയ ആ ഒറ്റപ്പെട്ട വിമർശനങ്ങൾ, അത് ഒറ്റപ്പെട്ടതല്ല, അത് പാർട്ടിയുടെ നേതാക്കളുടെ പൊതുവികാരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ മുരളീധരൻ ന്യൂസ് 18ലൂടെ തന്റെ അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നത്. തുറന്നടിക്കുകയായിരുന്നു ഇപ്പോഴത്തെ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് കെ മുരളീധരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കൂടിയാലോചനകൾ ഇല്ലാതെയാണ് പാർട്ടിയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരായിട്ടുള്ള പോർമുഖങ്ങൾ കൃത്യമായി തുറക്കുന്നതിൽ, അതിനെ ഏകോപിപ്പിക്കുന്നതിൽ, അതിനെ സമഗ്രമായ ഒരു പ്രതിഷേധത്തിന്റെ ശൈലി രൂപപ്പെടുത്തിയെടുക്കുന്നതിലൊക്കെ പരാജയം സംഭവിക്കുന്നു, വീഴ്ച സംഭവിക്കുന്നു, പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും വലിയ തോതിൽ വിവാദങ്ങളാകുന്ന വാർത്തകളാകുന്ന സമയമാണ്. പക്ഷേ അതിന് വേണ്ടത്ര പ്രാധാന്യത്തോടെ ആ പ്രതിഷേധങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല എന്ന രൂക്ഷമായ വിമർശനമാണ് കെ മുരളീധരന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നിലനിൽക്കുന്ന തർക്കങ്ങളിൽ ഇപ്പോൾ പുനഃസംഘടന നടത്താൻ കഴിയില്ലെങ്കിൽ അത് മാറ്റിവെക്കുക, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനാണ് നിലവിൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും കെ മുരളീധരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ശശി തരൂരിന് അദ്ദേഹം കൃത്യമായ പിന്തുണ പ്രഖ്യാപിക്കുന്നു. തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നാൽ താൻ കൂടെ ഉണ്ടാകുമെന്ന പരോക്ഷമായി പറഞ്ഞു വെക്കുകയാണ് കെ മുരളീധരൻ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, രമേശ് ചെന്നിത്തലയുമായുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധത്തിൽ എവിടെയോ ഒരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. അത് എന്താണ് എന്ന് അദ്ദേഹം കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ തങ്ങൾ സംസാരിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ഫോണിൽ പോലും സംസാരിക്കുന്ന തരത്തിലുള്ള ഒരു സൗഹൃദം നിലവിൽ ഇല്ല. തന്നെ ഇങ്ങോട്ടും വിളിക്കാറില്ല, താൻ അങ്ങോട്ടും വിളിക്കാറില്ല എന്നാണ് കെ മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരിനെതിരെ കൃത്യമായി ഈ പ്രതിഷേധങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ, അത് പൊതുവികാരമായി മാറ്റുന്നതിലൊക്കെ കോൺഗ്രസ് നേതൃത്വത്തിന് പരാജയം സംഭവിക്കുന്നു, വീഴ്ച സംഭവിക്കുന്നത് വിമർശനമാണ് മുരളീധരൻ ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് KPCC ഒരു നടപടികളും MK രാഘവനെതിരെയോ കെ മുരളീധരനെതിരെയോ എടുത്തിട്ടില്ല എന്നാണ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ അല്പസമയം മുമ്പ് ഫോണിൽ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. അത്തരത്തിൽ പുറത്തു വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. അങ്ങനെ ആർക്കും കത്ത് കൊടുത്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ അവിശ്വസനീയമാണ് എന്നാണ് TU രാധാകൃഷ്ണന്റെ ഭാഗത്തു നിന്ന് വിമർശനം പാടില്ല എന്ന് നേതാക്കൾ പാർട്ടി വേദികളിൽ പറയേണ്ട കാര്യങ്ങൾ പാർട്ടി വേദികളിൽ പറയണമെന്ന് നേതാക്കൾ ആവർത്തിക്കുന്നുണ്ട്. സുധാകരൻ അടക്കം ഇക്കാര്യം പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ MK രാഘവനും കെ മുരളീധരനും അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തര വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. തരൂരും പല കാര്യങ്ങളും തുറന്നു പറഞ്ഞ് നമ്മൾ കണ്ടു. ഈ മുരളീധരൻ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാർട്ടി വേദികളിൽ പറയണമെന്ന് പറയുമ്പോൾ എവിടെയാണ് പാർട്ടി വേദികൾ? പാർട്ടി വേദികൾ ഞങ്ങൾക്ക് ലഭിക്കാറില്ലല്ലോ. പാർട്ടിക്കുള്ളിൽ കൂടിയാലോചനയില്ല, പാർട്ടി നേതൃയോഗങ്ങൾ കൂടാറില്ല, വല്ലപ്പോഴും ഒന്ന് കണ്ടുപിരിയുന്നതിനപ്പുറം. അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. പുതിയ നേതൃത്വം വന്നിട്ടും കോൺഗ്രസ് ഒരു പുനരുജ്ജീവനത്തിന്റെ പാതയിലാണ് എന്നവരൊക്കെ പലപ്പോഴും അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും മുതിർന്ന നേതാക്കൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കാനുള്ള വേദികൾ നൽകേണ്ട ചുമതല കൂടി നേതൃത്വത്തിനില്ലേ?
തീർച്ചയായിട്ടും ഒരു ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല തന്നെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾക്ക് തുടക്കമിട്ടത്. അന്ന് കൊച്ചിയിൽ നടന്ന KPCC ഭാരവാഹി യോഗത്തിൽ നിന്ന് രമേശ് ചെന്നിത്തല വിട്ടുനിൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. തന്നെ അതിന്റെ തീയതി പോലും അറിയിച്ചിരുന്നില്ല എന്നാണ് അന്ന് രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ടവർ നമ്മളോട് പങ്കുവച്ചത്. അതിന് പിന്നാലെയാണ് മറ്റ് മുതിർന്ന നേതാക്കളും സമാനമായ രീതിയിലുള്ള വിമർശനങ്ങളുമായി നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയത്. ഏകപക്ഷീയമായിട്ടാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. തങ്ങളോട് കൂടിയാലോചിക്കാതെയാണ് KPCC ഏകോപന സമിതിയുടെ യോഗത്തിന്റെ തീയതി പോലും തീരുമാനിക്കുന്നത് എന്ന തരത്തിലേക്ക് വരെ ആ വിമർശനങ്ങൾ കടന്നിരുന്നു. അതിന് അല്പം കൂടി കരം വെച്ചിരിക്കുന്നു കെ മുരളീധരനെ പോലെ കോൺഗ്രസിലെ ഒരു തലമുതിർന്ന നേതാവ് ഇത്തരത്തിൽ ഒരു പരസ്യ വിമർശനവുമായി രംഗത്തെത്തുന്നതിലൂടെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നടപടിയെടുക്കാൻ തുനിഞ്ഞാൽ ഒരാൾ മാത്രമല്ല ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഒരാൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു വിമർശനവുമായി രംഗത്തെത്തുന്നതെങ്കിൽ മറ്റുള്ളവർക്ക് താക്കീതെന്ന രൂപേണ ഒരാൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയും. ഇതങ്ങനെയല്ല. ഈ ഒറ്റപ്പെട്ട വിമർശനങ്ങളുമല്ല, മുതിർന്ന നേതാക്കൾ പലപ്പോഴായി പല അവസരത്തിൽ സമാനമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. KPCC നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി, ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി കെ മുരളീധരനെതിരെയോ MK രാഘവനൊക്കെ എതിരെയോ ഇത്തരത്തിലുള്ള പരസ്യ വിമർശനങ്ങൾക്കെതിരെ ഉണ്ടായാൽ അത് മറ്റ് നേതാക്കൾക്കിടയിലും അതൃപ്തി ഉണ്ടാക്കും. അവരും സമാനമായ പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്ത് വരും. അത് തന്നെയാണ് കാര്യം. ഈ മുരളീധരനൊക്കെ പലതവണയായി കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിക്കുന്നു. ന്യൂസ് 18 ഡാനോട് സംസാരിച്ചപ്പോൾ കുറെ കൂടി കാര്യങ്ങൾ കടുപ്പിക്കുന്നുണ്ട്. പക്ഷേ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിൽ തയ്യാറാകുന്നില്ല ഇതുവരെ.